Assalamu alaikum. Welcome to Farha's Family Kitchen. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മലബാർ തുർക്കി പത്തിരി. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ആദ്യം ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഉപ്പും മുളക് പൊടിയും ഗരം മസാല ഇട്ട് വേവിച്ച ചിക്കനാണ്. ഒരു 3-4 പീസ് ചിക്കനുണ്ട്. വേവിച്ച് ഇങ്ങനെ പിച്ചെടുക്കും. ചിക്കൻ ഇതായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഇത് മീഡിയം 4 സവാളയാണ്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുക. ചെറുതായി മുറിച്ച 2 പച്ചമുളക്, നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. മസാല ഉണ്ടെന്ന് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. അവസാനം കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയുടെ റെഡി. നമുക്കിതിന് വാങ്ങി വെക്കാം. ഇനി അടുത്തത് എഗ് മസാല ഉണ്ടാക്കാം. അതിന് ഇതിപ്പോൾ 2 ചെറിയ സവാള ചെറുതായി മുറിച്ചതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 മുട്ട ബീറ്റ് ചെയ്ത് ചേർത്തെടുക്കുക. എഗ് മസാല റെഡിയായി. ഇത് ഇനി വാങ്ങി വെക്കാം.
ഇത് 3 ലെയറായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ 3-4 മുട്ട പുഴുങ്ങിയിട്ട് തന്നടുക്ക് മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൈദ കുഴച്ച് വെച്ചതാണ്. ഇതിപ്പോൾ കുറച്ച് എണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുത്തതാണ്. ഇതിനെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം ചെറിയൊരു ബോളാക്കിയിട്ട് ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടൻ്റെ പകുതി. ഇതെന്നിട്ട് 4 സൈഡിലായിട്ട് മടക്കി വെക്കാം. ഇതുപോലെ. ഇതെന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇടാം. ഇതിടാൻ റെഡിയായി. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി കുറച്ചും കൂടെ വലിയ ബോളാക്കി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് എഗ്ഗ് മസാല വെച്ച് കൊടുക്കാം. നേരത്തെ പൊരിച്ചെടുത്ത അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് 4 സൈഡിൽ മടക്കി കൊടുക്കാം. ഇത് വീണ്ടും നമുക്കിനി പൊരിച്ചെടുക്കാം. ഇനി ഒരു വലിയ ബോളാക്കിയിട്ട് ഇതും കൂടി നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുക്ക് വീണ്ടും ചിക്കൻ ഫില്ലിങ് വെച്ച് നേരത്തെ പൊരിച്ച് വെച്ചത് വീണ്ടും അതേപോലെ ചെയ്യാം. 4 മടക്കി വെക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇതുപോലെ നമുക്കിനി പൊരിച്ചെടുക്കാം. ഇതിവിടെ റെഡിയായി. നമുക്കിതിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം.
സൂപ്പർ ടേസ്റ്റി മലബാർ തുർക്കി പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ? അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.